നമസ്കാരം. കേരള രാഷ്ട്രീയം വീണ്ടും മറ്റ് പല രൂപങ്ങളിലേക്ക് മാറി മറിയുകയാണ്. സാബു ജേക്കബ് എന്ന് പറയുന്ന കിറ്റെക്സിൻ്റെ MD 2020 എന്നൊരു പാർട്ടി ഉണ്ടാക്കി. അപ്പോൾ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം വളരെ വൈബ്രൻ്റായിട്ട് പത്രസമ്മേളനമൊക്കെ നടത്തുന്നു. രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടെ ഇരുന്നൊക്കെ പത്രത്തിലൊക്കെ ഈ ബൈറ്റൊക്കെ കൊടുക്കുന്നു. വലിയ വൈബ്രൻ്റായിട്ട് വർത്തമാനം പറയുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ മത്സരിക്കാനല്ല ഇതിനകത്ത് ചേർന്നിരിക്കുന്നത്, ഞാൻ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ്. പണ്ട് അദ്ദേഹം വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമാണ്, ഇതൊരു ദരിദ്രൻ വന്നിരിക്കുന്നു എന്ന് പറയും. ഇപ്പോൾ അത് മാറി ഒരു സമ്പന്ന രാജ്യത്തു നിന്ന് അല്ലെങ്കിൽ ഒരു അഭിമാനമുള്ള രാജ്യത്തിൽ നിന്ന് വന്നിരിക്കുന്നു എന്നൊക്കെ പറയും. ട്രംപ് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ നേതാവായി നരേന്ദ്രമോദി ഉയർന്നു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്ത പറഞ്ഞു. അദ്ദേഹം 2020 എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കി. കിഴക്കമ്പലം പഞ്ചായത്തിൽ ആദ്യം ഭരണം പിടിച്ചു. അവിടെ ഒരു ഫുഡ് ബസാറൊക്കെ ഉണ്ടാക്കി, ജനങ്ങളെ റോഡും ഭക്ഷണവും എല്ലാമൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടുത്തെ. പിന്നെ അത് കഴിഞ്ഞ് ഐക്കര എന്ന് പറയുന്ന പഞ്ചായത്ത്, 2-3 പഞ്ചായത്ത്, ഐക്കര നാട്, അങ്ങനെ 3-4 പഞ്ചായത്ത് അവിടെ ഇപ്പോൾ 2020 മത്സരിച്ച് ജയിച്ച് ഭരിക്കുന്നുണ്ട്. ഇതിനിടയിൽ ആ 2020-ക്കകത്ത് മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിനിടയിലാണ് അവർ പിന്നെ ഈ 2020-ക്കാർ എവിടെ ചേർന്നത്, പിന്നെ NDAയുടെ ഭാഗമായത്, BJPയുടെ ഭാഗമായത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കുറേ മുസ്ലിം കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരും ജനപ്രതിനിധികളും കുറച്ച് ക്രിസ്ത്യൻ ജനപ്രതിനിധികളുമൊക്കെ കോൺഗ്രസ്സിൽ കുറച്ച് പേര് പോയി, കുറച്ച് പേർ മുസ്ലിം ലീഗിൽ പോയി. അങ്ങനെ ഒരു വോട്ടിൻ്റെ ഒരു വ്യത്യാസം. അങ്ങനെ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്താകും എന്നുള്ളതാണ് അടുത്ത ചർച്ച. സാബു ജേക്കബ് മത്സരിക്കുകയാണെങ്കിൽ, അതാണ് എൻ്റെ ട്വിസ്റ്റ്, സാബു ജേക്കബ് അവിടെ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം 4 പഞ്ചായത്തിലെ ജനങ്ങൾ സാബുവിൻ്റെ കൂടെ ഉണ്ടല്ലോ. ജനപ്രതിനിധികളല്ലേ പോയത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, ജനങ്ങൾ സാബുവിൻ്റെ കൂടെ ഉണ്ട്. മാത്രമല്ല, പണം സാബുവിനെ മൊബിലൈസ് ചെയ്യുന്നത് പ്രയാസമുള്ള കാര്യമല്ല. അദ്ദേഹത്തിന് CSR പൈസയൊക്കെ മൊബിലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള പ്രധാനമന്ത്രിയുടെയൊക്കെ വേദിയിൽ വെച്ചാണ് തിരുവനന്തപുരത്ത് മെമ്പർഷിപ്പ് എടുത്തത്. അവരുടെ ഒരു ഹൈപ്പും കൂടെ കിട്ടും. അപ്പോൾ 2020-ക്ക് വലിയ സാധ്യതയാണ് കുന്നത്തുനാടിലുള്ളത്. സാബു ജേക്കബ് മത്സരിച്ചാൽ, അല്ലെങ്കിൽ അത്രയും പ്രബലനായിട്ടുള്ള ഒരാളിനെ സാബു ജേക്കബ് കിറ്റെക്സിൻ്റെ ഭാഗമായി നിർത്തി മത്സരിപ്പിക്കണം. എന്തായാലും പല മണ്ഡലങ്ങളിലും സാബു ജേക്കബിൻ്റെ പാർട്ടി 2020 മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ മത്സരിച്ചാൽ അത് കേരളത്തിലാകെ അതിൻ്റെ ഒരു അലകളുണ്ടാകാം. കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി അടക്കമുള്ള ഒരുപാട് വ്യവസായികൾ ഈ സാബുവിൻ്റെ ഈ രാഷ്ട്രീയ പ്രവേശത്തിലൊക്കെ വലിയ പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. കേരളത്തിലെ വ്യവസായ രംഗത്തുള്ള നിരവധി ആളുകളുടെ പിന്തുണ കൂടി ഉള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സാബു ജേക്കബിൻ്റെ 2020-ക്ക് MLA ഉണ്ടായാൽ അത്ഭുതമില്ല. അത് ND അക്കൗണ്ടിൽ പോകുന്ന MLA ആണ്. അപ്പോൾ തീർച്ചയായിട്ടും കുന്നത്തുനാട് മണ്ഡലത്തിൽ, നിയമസഭാ മണ്ഡലത്തിൽ അവിടെ 4 പഞ്ചായത്ത് കയ്യിലുണ്ട്. ഇനി കുറച്ചും കൂടെ കയ്യിൽ കിട്ടിയാൽ തീർച്ചയായിട്ടും അവിടെ നിന്നൊരു MLA ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് സാബു ജേക്കബാണ് മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം വളരെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. അല്ല, മറ്റാരെങ്കിലുമാണ് വനിതയോ പുരുഷനായിട്ടുള്ള മറ്റാരെങ്കിലുമാണ് നിർത്തുന്നതെങ്കിൽ അതെങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളത് അറിയില്ല. BJPക്ക് എന്തായാലും അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. കോൺഗ്രസ്സിനും CPM-നും അവിടെ നല്ല സ്ഥാനാർത്ഥിയുണ്ട്. ഇപ്പോൾ CPM-ൻ്റെ ആളാണ് അവിടെ ജയിച്ചിരിക്കുന്നത്. അത് ശ്രീജൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം പഴയ ഒരു ജഡ്ജിയുടെ മകനോ മറ്റോ ആണ്. അപ്പോൾ അദ്ദേഹമാണ് അവിടെ ജയിച്ചിരിക്കുന്നത്. എന്തായാലും കുന്നത്തുനാട് പഞ്ചായത്ത് നിയമസഭാ മണ്ഡലം എറണാകുളം ജില്ലയാണ്. പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം, എറണാകുളം ജില്ല ഒന്നടങ്കം UDFിലേക്കൊരു ട്രെൻഡ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ പല മണ്ഡലങ്ങളിലും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലും കോർപ്പറേഷനിലുമൊക്കെ ഒരു UDF ട്രെൻഡ് കാണിച്ചിട്ടുണ്ട്. ആ UDF ട്രെൻഡ് കാണിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ ഒരു UDF ട്രെൻഡും കൂടെ വരുന്ന സാഹചര്യത്തിൽ 2 സാഹചര്യമാണുള്ളത്. ഒന്ന്, സംസ്ഥാനത്താകെ ഒരു UDF ട്രെൻഡ് വരുന്നുണ്ട്. രണ്ടാമത്, എറണാകുളം ജില്ലയിൽ സ്പെഷ്യലായിട്ടൊരു UDF ട്രെൻഡ് ഉണ്ട്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് നമ്മൾ. ആ ട്രെൻഡ് വന്നാൽ, അത് നിലനിർത്തിയാൽ, UDFന് അത് നിലനിർത്താൻ കഴിഞ്ഞാൽ അടുത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിക്കുമോ എന്നുള്ളതും കുന്നത്തുനാടെന്ന് വരുന്ന ഒരു രാഷ്ട്രീയ വിശകലനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ സാബു ജേക്കബ് മത്സരിക്കുകയാണെങ്കിൽ, വീണ്ടും പറയുന്നു, സാബു ജേക്കബ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. സാബു ജേക്കബിന് പകരം 2020-യുടെ ആരെങ്കിലുമോ, അല്ലെങ്കിൽ സാബു ജേക്കബിന് മറ്റേതെങ്കിലും മണ്ഡലങ്ങൾ കൊടുത്തിട്ട് അവിടെ മറ്റാരെങ്കിലും BJPയുടെ മത്സരിച്ചാൽ എന്താണ് ചിത്രം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും കുന്നത്തുനാട് 2020 അങ്ങോട്ട് ചേർന്ന സാഹചര്യത്തിൽ ദേശീയ തലത്തിലേക്ക് പോകുന്ന ഒരു മണ്ഡലമായിരിക്കും. PV അൻവർ മത്സരിക്കുന്നത് കൊണ്ട് ബേപ്പൂർ മണ്ഡലം സംസ്ഥാനം ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമായിരിക്കും. അതുപോലെയാണ് കുന്നത്തുനാട് 2020
NDAയിൽ പോയതിനു ശേഷം BJP സഖ്യത്തിലേക്ക് പോയതിനു ശേഷം എന്ത് സംഭവിക്കും എന്നറിയാൻ എല്ലാവർക്കും കൗതുകമുണ്ട്. പ്രധാനമന്ത്രി വരെ സാബു ജേക്കബിനെ പരിചയമുള്ളതുകൊണ്ടും നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ടും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ മെമ്പർഷിപ്പെല്ലാം കൊടുത്തതിൻ്റെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിക്കും അതിനകത്ത് അറിയാൻ താല്പര്യം കാണും. 2020 എന്ന പാർട്ടിയെ കൊണ്ടുവന്നതുകൊണ്ട് BJPക്ക് അല്ലെങ്കിൽ NDAക്ക് എന്ത് മെച്ചമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന്. ഇതിനിടയിൽ നിരവധി ആളുകളാണ് ഓരോ പാർട്ടിയിൽ നിന്നും BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കിഷോർ ഇപ്പോൾ പോയിട്ടുണ്ട്, ഒത്തിരി ആളുകൾ പോകുന്നുണ്ട്. കോൺഗ്രസ്സിലേക്കും ഒത്തിരി പേര് പോകുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് വിഷ്ണു എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ സഹോദരൻ മോഹൻ എന്ന് മറ്റാണ് പേര്, അത് സുരേഷ് എന്നു, അങ്ങനെ ഒരാൾ ഇതിൽ മോഹൻ എന്ന് തോന്നുന്നു, അദ്ദേഹം ഏതിൽ ചേർന്നിട്ടുണ്ട്, കോൺഗ്രസ് ചേർന്നു, VD സതീശൻ മെമ്പർഷിപ്പ് കൊടുത്തു. അപ്പോൾ വ്യാപകം പിന്നെ ആയിരക്കണക്കിന് ആളുകൾ 1000ഓളം പേരെ വെച്ചുകൊണ്ട് S. രാജേന്ദ്രൻ മൂന്നാറിൽ വലിയ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. 9-ാം തീയതി മറ്റോ ആണ്, 8-9 തോന്നുന്നു. വലിയ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരൊക്കെ പോകുന്നുണ്ട്. 1000 പേരാണ് BJPയിൽ ചേരാൻ പോകുന്നത്, രാജേന്ദ്രനോടൊപ്പം അവിടുത്തെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം. അപ്പോൾ വളരെ വ്യാപകമായ, വളരെ വ്യത്യസ്തമായ, വളരെ വൈവിധ്യമായ രാഷ്ട്രീയ പിരിമുറുക്കങ്ങളും വേർതിരിവുകളും ഒക്കെ വൈവിധ്യവൽക്കരണമൊക്കെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ പ്രീ പോളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും കുന്നത്തുനാട് 2020 ആദ്യമായി അവിടെ നിന്നൊരു MLA ഉണ്ടാകുമോ എന്നതാണ് രാഷ്ട്രീയ കേരളത്തിൻ്റെ പുതിയ കൗതുകം.